ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ പിള്ളേരൊക്കെ സ്കൂളൊക്കെ തുറന്നല്ലോ. അപ്പം ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് എന്നും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ. നമുക്ക് നിസ്സാര സാധനങ്ങൾ കൊണ്ട് നമുക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാവേ. അപ്പം ചായക്ക് വെള്ളം അടുപ്പേ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. അത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഇന്ന് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കുമല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വൈകിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഈ ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നന്നായിട്ട് ഇതിനകത്ത് ഒന്ന് ഇങ്ങനെ എടുക്കണം. ഇതിനകത്തിട്ടൊന്ന് നമ്മളെന്താ പറയുക, നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക, ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ നമ്മൾ എടുക്കണം ഇത് നല്ലപോലെ. എന്നിട്ട് ഇത് നല്ലപോലെ ഇത് കഴുകി ഇതിൻ്റെ പശ കളഞ്ഞ് നമുക്ക് എടുക്കണം. അപ്പോൾ 3-4 പ്രാവശ്യം നല്ല പച്ചവെള്ളത്തിൽ ഇത് കഴുകി ഇതിൻ്റെ പശ നമുക്കൊന്ന് കളയണം. അപ്പോൾ ഞാനിത് മൊത്തം ഇങ്ങനെയൊന്ന് ഇതിനകത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് മൊത്തം ഇതുകൊണ്ട് നല്ലപോലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ കഴുകി ഇതിൻ്റെ സ്റ്റാർച്ച് നല്ലപോലെ 3-4 പ്രാവശ്യം കഴുകി നമുക്ക് ഈ സ്റ്റാർച്ച് മൊത്തം കളയണം. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ തന്നെ ഇട്ട് കഴുകി നമുക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് ഇങ്ങനെ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് കളഞ്ഞ് നല്ലപോലെ കഴുകി നല്ലപോലെ പിഴിഞ്ഞെടുത്തുകൊണ്ടിരാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ പൊട്ടറ്റോ നല്ലപോലെ ഇത് വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞ് ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊരു 4-5 പ്രാവശ്യം കഴുകിയതിൻ്റെ പശ കളഞ്ഞിട്ടുണ്ട് സ്റ്റാർച്ച്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 2 പച്ചമുളക് ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോള ഇത് ഞാൻ ഇതിനകത്തേക്ക് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി നമുക്ക് വേണ്ടുന്ന അതിനകത്തേക്ക് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂണ് നമ്മുടെ വറ്റൽമുളക്, പൊടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ഒരു എരിവിനുമൊക്കെ വേണ്ടിയിട്ട് നമ്മളത് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇടേണ്ടത് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു അടിപൊളി ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇച്ചിരി ഓറിഗാനോ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അതിനകത്തേക്ക് നമുക്കൊരു നല്ലൊരു ടേസ്റ്റൊക്കെ വരും, നമ്മുടെ ഒരു അടിപൊളി സ്നാക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിത് ഇച്ചിരി ഓറിഗാനോടെ ഇതിട്ട് കൊടുത്തു. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 2-3 സ്പൂണ് നമ്മുടെ മൈദ. അപ്പോൾ മൈദ ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടിയാണെങ്കിലും ചേർക്കാം. മൈദ വേണം നിർബന്ധമൊന്നുമില്ല. ഒരു 3 സ്പൂണ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. പിന്നെ നമ്മളതിനകത്തേക്ക് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിനകത്തേക്ക് 3 സ്പൂണ് കോൺഫ്ലവറും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലവറിലേക്ക് നമുക്ക് അരിപ്പൊടിയാണെങ്കിലും ചേർക്കാം. ഞാൻ 3 സ്പൂണ് കോൺഫ്ലവറും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിനകത്തേക്ക് ഒരു കോഴിമുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അതിനകത്ത് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട, നമ്മുടെ ആ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തുണ്ട്. അങ്ങനെ നമ്മൾ നല്ലപോലെ എല്ലാം കുഴച്ച് ഇത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ തീയെ വെച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പം ഇത് ഓരോ സ്പൂണായിട്ടെടുത്ത് നമുക്കതിനകത്തേക്ക് നമ്മൾ ഈ പക്കാവടയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ സ്പൂണ് ഇട്ട് കൊടുക്കാതെ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. അന്നേരം നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും വേണം. നമുക്ക് ഓരോ സ്പൂൺ ഇങ്ങനെ ഞാനൊരു 4 എണ്ണം ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതൊന്ന് വെന്തെടുത്തിട്ട് നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. ഇതുണ്ട്, ഒരു സൈഡൊന്ന് മൊരിഞ്ഞിട്ട് നമുക്ക് അടുത്ത സൈഡ് നല്ലപോലെ തിരിച്ചും മറിച്ച് കൊടുക്കും. നമ്മൾ സാധാരണ നമ്മുടെ വടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഓരോ സൈഡ് മറിച്ചിട്ട് ഇതുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് മറിച്ചും തിരിച്ചു വിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം. ഇത്തിരി കട്ടി വേണ്ട. വീണ്ടും നമുക്ക് ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം. ഇത് എങ്ങനെ നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സ്നാക്സ്, ഇത് നല്ല കരിമൊരാന്നുള്ളതുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് കോരിയെടുക്കാവേ. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടതും നമ്മുടെ സ്നാക്സിനെ നമ്മൾ കോരിയെടുത്തു. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയെടുക്കാവേ. ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ളത് കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ്, അടിപൊളിയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോയും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോയും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.